friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആയ Vivo Y73 ആണ്. അപ്പോൾ Vivo Y73 രണ്ട് ദിവസം മുമ്പാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്, ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, അതേപോലെ ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ Vivo Y73ന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20,999 രൂപയാണ്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ പ്രോസസ്സർ Helio G95 ഒക്ടോകോർ പ്രോസസ്സറാണ്. Android 11 ആണ് വരുന്നത്. ഫൺ ടച്ച് OS 11 ആണ്. ഇതിനകത്തൊരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഗ്ലാസ് ബാക്ക് പാനലാണ് വരുന്നത്. ഒരു 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രൈമറി അല്ലെങ്കിൽ ബേസിക് സ്പെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ വിശദമായി നമ്മൾ ഇതൊന്ന് ആദ്യം അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് Y73 അൺബോക്സ് ചെയ്യാം. Vivo Y73 ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോക്സ് പാക്കേജാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, അൾട്രാ സ്ലിം AG ഗ്ലാസ് ആണ് വരുന്നത്. 7.38 mm തിക്നെസ്സേ ഉള്ളൂ. വളരെ സ്ലിമ്മാണ്. ഇത് ആക്ച്വലി വിവോൻ്റെ V21 പോലെ തന്നെ അല്ലെങ്കിൽ V20 പോലെ തന്നെയാണ്. വളരെ സ്ലിമ്മായ ഒരു ഫോം ഫാക്ടറാണ്. 64 മെഗാപിക്സൽ നൈറ്റ് ക്യാമറയാണ് വരുന്നത്. 8GB റാമും എക്സ്റ്റെൻഡബിൾ റാമാണത്. 3GB റാം അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിപ്പോൾ പല ഡിവൈസസും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. ഇത് വേറെ ഒരു കളറിലും കൂടെ അവൈലബിൾ ആണ്. സാർ വാല്യൂ 0.72 ആണ്. ഹെഡ് സാറ് 0.48 ആണ്. ബോഡി സാറ്. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വിക്കായി അൺബോക്സിങ് ചെയ്യാം. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞ പോലെ 20,990 രൂപയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വിവോൻ്റെ ഒരു ചെറിയ ബോക്സ് കാണാം. ഇതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്. ഒരു സിം ഇജക്റ്റ് പിന്നും ഒരു കേസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. ഇവിടെ ഒരു സിം ഇജക്റ്റ് പിന്നും ഇതൊരു റെഗുലർ മാനുവലാണ് വരുന്നത്. പിന്നെ ഒരു കേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ബോക്സിനകത്ത് വരുന്ന ഡിവൈസാണ്. അപ്പോൾ ഇതാണ് ഫോൺ. അപ്പോൾ നമുക്ക് കാണാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ഒരു മൈക്രോ SD കാർഡും 2 നാനോ സിം കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡാണ്. പിന്നെ സാർ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഒന്ന് വെക്കാം. നമുക്ക് ബോക്സിൽ ബാക്കി എന്തൊക്കെ വരും നോക്കാം. ഒരു വിവോ ഫ്ലാഷ് ചാർജറാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം 33 വാട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 11 വോൾട്ട് 3 ആംപിയർ മാക്സിമം, അതായത് 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. വിവോൻ്റെ തന്നെ ഫ്ലാഷ് ചാർജ് 2.0 ആണ് വരുന്നത്. പിന്നെ ഒരു USB Type-C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് Type-C കേബിളാണ്. പിന്നെ ഒരു ഇയർഫോണും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇയർഫോണാണ്. 3.5 ഓഡി ജാക്ക് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇയർഫോണും കൂടെ ഇതിനകത്ത് ബണ്ടിൽഡാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 6.44 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പഞ്ച് ഹോൾസ് ക്യാമറ അല്ല വരുന്നത്, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ കണ്ടില്ലേ. പക്ഷേ ഇത് എന്താ പറയുക, റിഫ്രഷ് റേറ്റ് സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ആണ്. 90 Hz അല്ലെങ്കിൽ 120 Hz വരുന്നില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് വിവോയുടെ ഡീറ്റെയിൽസ് കാണാം. Helio G95 ഒക്ടോകോർ പ്രോസസ്സറാണ്. 8GB റാമും 3GB അഡീഷണൽ റാമും അവൈലബിൾ ആണ്. Android 11 120GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ഫൺ ടച്ച് OS കാണാവുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. റെഗുലർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഫൺ ടച്ച് OS 11.1 ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ വിവോ ഒരുപാട് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഒരുപാട് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്, ഡിസ്പ്ലേ ആക്ച്വലി നല്ലതാണ്. നല്ല വൈബ്രൻറ്റ് കളർഫുൾ ഡിസ്പ്ലേ ആണ്. പക്ഷേ സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. 90 Hz പോലും ഇല്ല, 120 Hz അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതൊരു പോരായ്മയായിട്ട് വേണ്ടി പറയാം. കാരണം 21,000 രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ഇപ്പോൾ ഒരു ഫോണും ഇറക്കുന്നില്ല. അതൊരു പോരായ്മയായിട്ട് പറയാം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ Helio G95 ഒക്ടോകോർ പ്രോസസ്സറാണ്. അത്രയ്ക്കൊരു പവർഫുൾ പ്രോസസ്സർ അല്ല. പ്രത്യേകിച്ച് 20,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 21,000 രൂപയ്ക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രോസസ്സർ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിനകത്ത് 64 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല ഇതിനകത്ത്. ഡെപ്ത് സെൻസറും എന്താ പറയുക, മോണോ സെൻസറും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതും ഒരു പോരായ്മയായിട്ട് പറയാം അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ. പിന്നെ ഒരു
സെൽഫി ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. കണ്ടില്ലേ, വളരെ സ്റ്റൈലിഷ് ഡിസൈനാണ്. ഒരു പാറ്റേൺ കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു പാറ്റേൺ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു സ്റ്റൈലിഷ് പാറ്റേണുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വിവോൻ്റെ ബ്രാൻഡിങ് ആണ്. ഇത് AG ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ വിവോ V സീരീസിലെ പോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ബിൽഡാണ്. വളരെ സ്ലിം ആൻഡ് സ്റ്റൈലിഷ് ഫോം ഫാക്ടറാണ്. USB Type-C പോർട്ട്, 3.5mm ഓഡിയോ ജാക്ക്, അങ്ങനെ എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പവർ ആൻഡ് വോളിയം കീസ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈനിൽ വളരെ മികച്ചൊരു ഡിവൈസ്. കാരണം 170 grams വളരെ ലൈറ്റ് വെയ്റ്റും അതേപോലെ സ്റ്റൈലിഷ് ഡിവൈസുമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആക്ച്വലി. പിന്നെ ഇതിൻ്റെ ക്യാമറേൻ്റെ UI ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് കാണാം ക്യാമറ ഇവിടെ ബൊക്കെ മോഡ്, സൂപ്പർ മാക്രോ മോഡുണ്ട്, അൾട്രാ വൈഡ് മോഡില്ല. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെ സപ്പോർട്ടഡ് ആണ്. 1080p റെസൊല്യൂഷൻ, 4K സപ്പോർട്ടഡ് ആണ്. 4K 60 FPS-ഉം 4K 30 FPS-ഉം 1080p 30 FPS-ഉം ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് പറയുന്നത്. പിന്നെ പ്രോ മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. പിന്നെ പ്രോ മോഡ് കൊണ്ട് 64 MP ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ ഒരു ബേസിക് ആസ്പെക്റ്റ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Vivo Y73 എന്നിടത്തെ ക്യാമറ സാമ്പിൾസ്. അപ്പോൾ പൊതുവെ വിവോൻ്റെ സ്മാർട്ട് ഫോണിലെല്ലാം തന്നെ അത്യാവശ്യം ഭേദപ്പെട്ടൊരു ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഇനീഷ്യൽ ഇംപ്രഷനിൽ കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് വേണ്ടി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് ഹീലിയോ G95 ഒക്ടോകോ പ്രോസസ്സറാണ് വരുന്നത്. 8GB ഓഫ് റാമും 128GB ഓഫ് സ്റ്റോറേജാണ് വരുന്നത്. ഹീലിയോ G95 ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അത്ര ഒരു മികച്ച ചിപ്സെറ്റ് അല്ലെങ്കിലും G95 നല്ല പവർഫുൾ ചിപ്സെറ്റ്, എസ്പെഷ്യലി ഫോർ ഗെയിമേഴ്സിന് നല്ലൊരു പവർഫുൾ ചിപ്സെറ്റാണ് ഹീലിയോ G95. അപ്പോൾ G സീരീസ്, അതായത് ഗെയിമിംഗ് സീരീസിലെ ഇപ്പോഴത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു ചിപ്സെറ്റാണ് ഹീലിയോ G95. പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുന്നത് വളരെ സ്ലിം ഫോം ഫാക്ടറിൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഓവറോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. വളരെ മികച്ച ഡിസൈനും വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ 64 MP ക്യാമറ ഉണ്ട്, AMOLED ഡിസ്പ്ലേ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്, അത്യാവശ്യം പവർഫുൾ പ്രോസസ്സറും കൂടിയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ. പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഹീലിയോ G95 നല്ല പവർഫുൾ ആണെങ്കിലും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രോസസ്സർ നൽകാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എങ്കിലും ഹീലിയോ G95 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു Vivo Y73ൻ്റെ ഒരു അൺബോക്സിംഗ് ക്യൂക്ക് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.